ഈ ഓറഞ്ച് കവറോളും ഹെൽമെറ്റും ഒക്കെ വെച്ച് നിൽക്കുന്ന ആൾ രക്ഷാപ്രവർത്തകൻ. നീല ഷർട്ട്, വെള്ളമുണ്ട്, അത് കിട്ടുകൊണ്ട് നിൽക്കുന്ന ആൾ മന്ത്രി. മന്ത്രി കഴിഞ്ഞ് നിൽക്കുന്ന ആളും രക്ഷാപ്രവർത്തനത്തിന് വന്ന ആൾ തന്നെ. ഇവിടെ വരെ കൊണ്ടുവരാൻ അറിയാമെങ്കിൽ ബാക്കിയും കൂടെ അവർ കൊണ്ടുപോകും എന്നറിയാതെ മന്ത്രി ഇടയ്ക്ക് കയറി നിന്നതാണ് ഈ സംഭവം. അത് കണ്ടോ, ഒരു കൊച്ചിനെ മേടിക്കുന്നു, തൊട്ടപ്പുറത്തേക്ക് കൊടുക്കുന്നു, അതിൻ്റെ പുറകിലോട്ട് ഒരുപാട് ആളുണ്ട്. അവിടെ എനിക്ക് തോന്നുന്നു ക്യൂ നിൽക്കുവാന്ന് തോന്നുന്നു. ഈ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് വേണം അടുത്ത വേറെ നേതാക്കന്മാർക്ക് മുന്നോട്ട് കയറി വന്ന് ഈ കൊച്ചിനെ തന്നെ ഇങ്ങനെ കറക്കി കറക്കി കൊണ്ടുവരുന്നതാണോ അറിയത്തില്ല. അതോ ഇനി ഇവരുടെ ആവശ്യത്തിന് വല്ല കൊച്ചുങ്ങളെ ചെളി മുക്കിയിട്ട് പൊക്കുന്നതാണോ ആവോ, എന്താണ് പരിപാടി. കൊള്ളാം. പണ്ട് മോണി ലാൻഡ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ കോൺട്രവേഴ്സി വന്നില്ലേ, അപ്പോൾ പറഞ്ഞില്ലേ ഇല്ല ഇത് സ്റ്റുഡിയോ ആണ് എന്ന് പറഞ്ഞ പോലെ എവിടെയോ ഒരു സ്റ്റുഡിയോ ഫീൽ. ഓ, കവറോള് മാത്രമേ ഉള്ളൂ, ഹെൽമെറ്റും ഉണ്ട് കേട്ടോ, പക്ഷേ ഗംബൂട്ടില്ല, ഒന്നുമില്ല. ചെളിക്കകത്ത് നിൽക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിന് വന്ന ഒരു ഡെസിഗ്നേറ്റഡ് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾ ചെളിയിൽ ബെയർ ഫുട്ടായിട്ട് നിൽക്കുന്നു. തൊട്ടപ്പുറത്ത് മന്ത്രി മുണ്ടൊക്കെ കൊടുത്ത്, വെള്ളമുണ്ട്, നീല ഷർട്ടൊക്കെ കൊടുത്ത്, ഗംബൂട്ടൊക്കെ ഇട്ട് വളരെ സേഫായിട്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നു. ഇതൊക്കെ കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ മോനെ? ഇനി അവിടെ ചെന്നപ്പോൾ ഈ കാലേ കിടന്ന ഗംബൂട്ട് ഊരി മേടിച്ച് ഇയാൾക്ക് ഇട്ട് കൊടുത്തോ ആവോ അണികളെല്ലാം കൂടെ? ഇല്ല, ഇതേണ്ട അവിടെ അവൻ്റെ ഊരി മേടിക്കാം. ഒരു ഷൂട്ടല്ലേ ഉള്ളൂ, ഒരു കൊച്ചിനെടുത്ത് അങ്ങോട്ട് കൊടുക്കണം, അതിനല്ലേ. അപ്പോൾ അതിനകത്ത് നിൽക്കുമ്പോൾ വളരെ സംഭവമായിട്ട് നിൽക്കണ്ടേ. പക്ഷേ പാളിപ്പോയി, ഭയങ്കര നാണക്കേടായിപ്പോയി. ഇതിനിടയിൽ പോയി ഷൂട്ട് ചെയ്യുകയാണെന്ന് അല്ല, എന്തൊരു തള്ളി കയറി ചെന്ന പോലെ ഉണ്ട്. ഇടയിൽ കയറി നിൽക്കുക, ഒരാവശ്യമില്ല. ഒരാൾ അപ്പുറത്തൊന്നും തള്ളും. അതുകൊണ്ട് കൈ കൊടുത്ത് കൊച്ചിനെ എടുത്ത് ഇങ്ങോട്ടും അങ്ങോട്ടും മറിച്ച് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തോട്ട് 1000 പേര് അവരെല്ലാം വന്നേക്കുക കാണാൻ. രക്ഷാപ്രവർത്തനം കണ്ട് എൻജോയ് ചെയ്യാൻ വന്ന, അത് മന്ത്രി കാണിക്കുന്ന കാണാൻ ഭയങ്കര രസമല്ലേ. അപ്പോൾ അണികൾക്കൊരു ഹരം, അതുകൊണ്ട് അണികൾ പുറകിൽ അങ്ങനെ നിരന്ന് നിൽക്കുക. ഓ, ജയ് വിളിക്കാഞ്ഞത് ഭാഗ്യം അതിനിടയിൽ നിന്ന്. പോയവരും ഇയാൾ തന്നെ വേണം വലിയ മുദ്രാവാക്യം വിളിച്ചിരുന്ന കോമഡി ആയിപ്പോയി. ഭാഗ്യത്തിന് അങ്ങനെയൊന്നും ചെയ്തില്ല കേട്ടോ, ചെറിയ ഷോയൊക്കെ നടത്തിയാണ്. എന്താണേലും ഇവിടെ വരെ കൊണ്ടുവന്ന കുഞ്ഞിനെ വേണ്ട അപ്പുറത്തോട്ട് എടുത്തു വെച്ച മന്ത്രിക്ക് ഒരു സല്യൂട്ടോ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, അങ്ങോട്ട് റെഡ് സല്യൂട്ടൊക്കെ കൊടുക്കുക. ഊളകൾ എങ്ങനെ സാധിക്കുന്നതിനാവും ഇത്? കണ്ടോ, കൊടുത്താൽ കണ്ടോ, ഇവിടെ നിന്ന് എടുക്കുന്നു, അപ്പോൾ അതോട് കൊടുക്കുന്നു. രക്ഷാപ്രവർത്തനം കംപ്ലീറ്റഡ്. ഇപ്പുറത്ത് ഇരിക്കുന്ന ഓറഞ്ച് ഷർട്ടിട്ട് എൻ്റെ തലയിൽ ഹെൽമെറ്റ് വരെ ചെളിയാ. ഇവിടെ ഒരാൾ വന്നേക്കുക. ഇനിയും വരുമോ ഇതുവഴി രക്ഷാപ്രവർത്തനത്തിനായി? സാറേ, പറ്റിക്കാനാണെങ്കിലും ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇപ്പുറത്ത് നിൽക്കുന്ന അയാളുടെ ഹെൽമെറ്റോടെ എടുത്ത് തലയിൽ വെച്ചിട്ട് ആ കവറോട് എടുത്തിട്ടിരുന്നെങ്കിൽ കറക്റ്റ് ആയനെ. പക്ഷെ അതൊന്നും, ഇതൊക്കെ കൊണ്ടുവന്ന അവിടെ നിന്ന് കണ്ടില്ലേ, ഇപ്പുറത്തിട്ടേണ്ട ആളുടെ ഷൂ എടുത്ത് അയാൾക്ക് ഓടെ നനങ്ങാൻ പറ്റാണ്ടായിപ്പോയി. അയാളങ്ങോട്ട് നടന്നു പോയി എന്തൊരു മാരി എടുക്കേണ്ട ആളാണ്. അയാൾക്ക് ഷൂ ഇല്ല, അയാളും പോസ്റ്റ് കണ്ടില്ലേ.